ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്ലിസ്ഫുൾ വൈബ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാപ്പിസ് ലസൂലി എന്ന സ്റ്റോണിനെ കുറിച്ചാണ്. എന്താണ് ലാപ്പിസ് ലസൂലി? രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്ന് ഒരു രൂപാന്തര ശിലയാണ് ലാപ്പിസ് ലസൂലി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ധാതുക്കളുടെ ശേഖരണത്തിൻ്റെ ഫലമാണ് ലാപ്പിസ് ലസൂലി. ഇതിന് രാജകീയമായ നീല നിറമാണുള്ളത്. ഇതിലെ വെളുത്ത പാടുകൾ കാൽസൈറ്റുകൾ എന്നറിയപ്പെടുന്നു. സ്വർണ്ണത്തരികൾ പൈറേറ്റ്സുകൾ എന്നറിയപ്പെടുന്നു. BC 3000 തന്നെ ലാപ്പിസ് ലസൂലി ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരത്തിൽ ഒരു പിഗ്മെൻ്റായി ഇത് ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്തിൽ ഈ രത്നത്തിന് വളരെയധികം മൂല്യമുണ്ടായിരുന്നു. ദുഷ്ടാത്മാക്കളിൽ നിന്നും എല്ലാതരം അക്രമങ്ങളിൽ നിന്നും ഇത് ആളുകളെ സംരക്ഷിച്ചു. ഇത് ചരിത്രത്തിലെ ആദ്യകാല സംരക്ഷണ കല്ലുകളിൽ ഒന്നായി മാറി. ലാപ്പിസ് ലസൂലിയുടെ മെറ്റാഫിസിക്കൽ ഗുണങ്ങൾ നിങ്ങൾ പര്യവേഷണം ചെയ്യുമ്പോൾ അത് വെറും ഒരു മനോഹരമായ കല്ലിനേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകും. ഈ കല്ല് ആന്തരിക സമാധാനത്തിനുള്ള ഒരു ചാലകമാണ്. ആത്മീയ വളർച്ചയുടെ ഒരു ദീപസ്തംഭമാണ്. സത്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കല്ല് എന്ന് അറിയപ്പെടുന്നു. പ്രധാനമായും ഈ ക്രിസ്റ്റൽ 2 ചക്രങ്ങളുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളിൽ ആ 2 ചക്രങ്ങളാണ്. 1 വിശുദ്ധി ചക്രവും 2 ആഗ്യാചക്രവും. ലാപ്പിസ് ലസൂലി വിശുദ്ധി ചക്രവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. വോക്കൽ കോഡുകൾ, ശ്വസനനാളം, തൊണ്ടയുടെ ഭാഗം, തൈറോയിഡ് എന്നിവയെ സുഖപ്പെടുത്താനായി ഈ ക്രിസ്റ്റൽ വെച്ച് ക്രിസ്റ്റൽ ഹീലിങ്ങുകൾ ചെയ്യാറുണ്ട്. പ്രധാനമായും ആഗ്യാചക്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്രിസ്റ്റൽ തലവേദന, മൈഗ്രെയിൻ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. മാനസിക വ്യക്തതയ്ക്കും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഈ കല്ല് മഹാപുരോഹിതന്മാർ ധരിക്കുന്ന മാർക്കസ് പ്ലേറ്റിലെ 5ാമത്തെ കല്ല് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ആദ്യകാല സംരക്ഷണ കല്ലുകളിൽ ഒന്നാണ്. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ലക്ഷ്യങ്ങൾ നേടാനും മനസ്സിനെ സ്വതന്ത്രമാക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. സ്വർഗസിംഹാസനത്തിൻ്റെ കല്ല് എന്നും ഇതിന് വിശേഷണമുണ്ട്. ലാപ്പിസ് ലസൂലിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.